എല്ലാവരും പരീക്ഷണ രോഗം വന്നവരല്ല. ജനങ്ങളിൽ വലിയ ഭൂരിഭാഗം ആളുകളും ശിക്ഷാരോഗം വന്നവരാണ്. ഇത് കുറച്ചുകൂടി ഞാൻ വിശദമാക്കി പറഞ്ഞു തരാം. പരീക്ഷണ രോഗം, ശിക്ഷാരോഗം. പുതിയ കാലത്തെ പല രോഗങ്ങളും പരീക്ഷണ രോഗമല്ലെന്നാണ് ബോധ്യമായിട്ടുള്ളത്. പുതിയ കാലത്തെ പല രോഗങ്ങളും പരീക്ഷണ രോഗമേ അല്ല, ശിക്ഷാരോഗമാണ്. എന്തിന്റെ ശിക്ഷയാണ്? എന്തിന്റെ ശിക്ഷയാണെന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഹദീസ് ഓർമ്മ വരുന്നത്. ഏത് ഹദീസ്? നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ശിക്ഷാരോഗം ഒന്നിവിടെ ശ്രദ്ധിച്ചാൽ ചികിത്സ എളുപ്പമാകും, രോഗം ശിഫയാവാൻ എളുപ്പമാകും. ശിക്ഷാരോഗം എനിക്ക് എങ്ങനെയാ വന്നത് എന്നതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ പോവേണ്ടത് മറ്റൊരു ഹദീസിലേക്കാണ്. ആ ഹദീസാണ് ഞാൻ ഓതിയത്. നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ആരോഗ്യത്തെ പാഴാക്കി കളയുന്നവരാണ്. അപ്പൊ എനിക്ക് പ്രമേഹ രോഗം വന്നത് അതിന്റെ ഉത്തരവാദി ഞാനാണ് എന്നർത്ഥം. എനിക്ക് കരള് രോഗം വന്നതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ് എന്നർത്ഥം. പ്രഷറിന്റെ കംപ്ലൈന്റ് വരാൻ കാരണം ഞാൻ തന്നെ. സ്ട്രോക്ക് വരാൻ പുതിയ കാലത്തെ ചെറുപ്പക്കാര് ഭയപ്പെടേണ്ട മറ്റൊരു രോഗേത ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ ഭയാനകമായ രൂപത്തിൽ കേരളത്തിൽ തലകറങ്ങി വീണിട്ടുള്ള മരണത്തിന്റെ എണ്ണം കൂടുകയാണ്. ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ, എന്റെ സദസ്സ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ തലകറങ്ങി വീണ് മരിക്കുന്നു. കുഴഞ്ഞു വീണ് മരണം എന്നാ അതിന്റെ പേര്. കുഴഞ്ഞു വീണ് മരണം. രാത്രി ഉറങ്ങൽ വൈകുക, മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടുക, തലയുടെ അടുത്ത് മൊബൈൽ ഫോൺ വെച്ച് കിടന്നുറങ്ങുക. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത്തരം കാരണങ്ങൾ. തലയുടെ ഭാഗത്താ മൊബൈൽ ഫോൺ വെക്കുന്നേ. ചില ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കാനുള്ള അലാറമാണത്. അപ്പോ നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആരോഗ്യത്തെ പാഴാക്കി കളയുന്നു, ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്നു, സ്വയം തളരുന്നു, സ്വയം ക്ഷീണിക്കുകയാണ് മനുഷ്യരിലധിക പേരും. അങ്ങനെ പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ഒരു ഭാഗം പോകുന്നത് എങ്ങോട്ടാണെന്നറിയുമോ? പുതിയ കാലത്തെ മനുഷ്യന്മാർക്ക് സുലഭമായി ഭക്ഷണം ലഭിക്കുമെങ്കിലും ആവശ്യമുള്ളത് തിന്നൂല്ല, ആവശ്യമില്ലാത്തത് വല്ലാതെ കഴിക്കുകയും ചെയ്യും. ഇതാണ് പുതിയ കാലത്തൊരു ശീലം. ആവശ്യമുള്ളത് തിന്നൂല്ല, ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കൊടുക്കൂല. ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യന് പ്രഭാതത്തിൽ അവന്റെ ശരീരത്തിന് രാവിലത്തെ ഭക്ഷണമായി ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും നല്ലത് പഴങ്ങളാണ്. ഏറ്റവും നല്ലത് പഴമാണ്. നേന്ത്രപ്പഴവും ഈത്തപ്പഴവും അത്തിപ്പഴം പോലത്തെ നല്ല പഴങ്ങളാണ്. ആരാ കഴിക്കാൻ? ആരും കഴിക്കില്ല. പാഴാക്കി കളഞ്ഞവനിൽ പെട്ടു. എല്ലാ പ്രഭാതങ്ങളിലും പഴം കഴിക്കാത്തവർ, എല്ലാ പ്രഭാതങ്ങളിലും ലഭ്യമാകുമെങ്കിൽ പഴം കഴിക്കാത്തവർ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞവരാണ്. മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ഗർഭിണിയായ സമയത്തൊരു പെൺകുട്ടി ഈത്തപ്പഴവും ഏത്തപ്പഴവും അതുപോലെ പപ്പായയും പഴുത്തത് ഒക്കെ കഴിച്ചില്ലെങ്കിൽ
അവൾ അവളുടെ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞവളാണ്. ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നു എന്നത് ബോധ്യപ്പെടുത്താൻ ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ മനുഷ്യരിൽ അധിക പേരും രോഗികളാകുന്നത് അവര് തന്നെ അവരുടെ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ആവശ്യമുള്ളത് തിന്നൂല്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം അതാണ്. ആവശ്യമുള്ളത് തിന്നൂല്ല, അനാവശ്യമായത് കഴിക്കും. ഈ കാലത്തൊരു പ്രശ്നം അതാ. വെള്ളം കുടിക്കൂല. പലരും വെള്ളം കുടിക്കുന്നതിന്റെ അളവ് വളരെ കുറവാണ്. പുതിയ കാലത്തൊരു പ്രശ്നം എന്താ? കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ചൂട് കൂടുതലാണ്. ചൂട് കാലത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പ്രതിരോധിക്കേണ്ടതില്ലേ? മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ, ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ, സൂര്യാഘാതം പോലത്തെ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ, ശരീരത്തിൽ ക്രമാതീതമായ ചൂട് വർദ്ധിക്കുന്നത് കാരണം ആന്തരികവും ബാഹ്യവുമായ രോഗം വരാതിരിക്കാൻ, ഉഷ്ണകാലത്ത് പ്രത്യേകിച്ചും നിങ്ങൾ ചില പ്രതിരോധ വഴികൾ സ്വീകരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ താല്പര്യം അതാണ്. ആ വിഷയത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വലിയ പ്രതിരോധ വഴിയാണ് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കണം. എത്ര പേര് കുടിക്കാൻ? വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ വെള്ളം കുടിക്കൽ വളരെ കുറവാണ്. ഞാൻ കാണിക്കാൻ വരുന്ന, കൺസൾട്ടിങ്ങിന് വരുന്ന രോഗികളോടേക്കും വെള്ളം കുടിക്കാറുണ്ടോ? അത്യാവശ്യം കുടിക്കും. അത്യാവശ്യം കുടിക്കും എന്ന് പറഞ്ഞാൽ ഊണയിക്കും അച്ചാറൊക്കെ തൊട്ട് കൂട്ടണമായിരിക്കും. 2, 3, 4 മാത്രം ഗ്ലാസ് കുടിക്കുന്ന ആളുകളുണ്ട്. പുതിയ കാലത്ത് ഇസ്ലാമിക സമൂഹം ഇതൊക്കെ പഠിക്കണം. മനുഷ്യ സമൂഹം ഇത് പഠിക്കണം. മാനവരാശിക്ക് ഈ പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആനിൽ രോഗം വരാതിരിക്കാനുള്ള വല്ല പ്രതിരോധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ വഷ്റബു, രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധ മാർഗവും ഉണ്ടോ? മനുഷ്യ ശരീരത്തിൽ മാരകമായ രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധ വഴിയും ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? വഷ്റബു, കുടിക്കുക. ഞാൻ സദസ്സിനോട് ഇടയ്ക്ക് ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇവിടെ ദുനിയാവിൽ റാഹത്തോടെ ജീവിക്കണം എന്ന് താല്പര്യമുള്ളവർക്കുള്ള വാദായി പറയണത്, പ്രസംഗ പറയണത്. ഇവിടെ ഈ നാട്ടിൽ ഇതാണ് നമ്മുടെ വലിയ വിഷയം. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ അന്വേഷണം ദുനിയാവിൽ സുഖം എങ്ങനെ വർദ്ധിപ്പിക്കാം, സന്തോഷം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതാണ്. അതിനെക്കുറിച്ചാണ് ഞാനും പറയുന്നത്. എനിക്കും ദുനിയാവിനോടാ കുറച്ച് താല്പര്യം കൂടുതൽ. കാരണം ആഖിറത്തിന്റെ കൃഷിയുടെ ഇതാണ്. ആഖിറ ഉണ്ടാക്കാൻ ദുനിയാവ് തന്നെ വേണം. ഈ കഠിനമായി പൊള്ളുന്ന ചൂട് കാലത്ത് ശരീരത്തിൽ ചൂടില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ മതം എത്ര വലിയൊരു മതമാണ്. നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും മാത്രം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിനിടയിൽ ചർച്ചയാവാതിരുന്നത്. വയലിൽ നല്ല വയലും മരണം തന്നെയാ, മരണത്തെക്കുറിച്ച് പറയൽ തന്നെ. പക്ഷെ എപ്പോഴും മരണം മാത്രം പറഞ്ഞാൽ നേരത്തെ മരിക്കേണ്ടി വരില്ലേ? ദുനിയാവ് പറയണ്ടേ? ദുനിയാവ് പറയണ്ടേ? ദുനിയാവിന് എപ്പോഴാ പറയാം? മരിച്ചതിന് ശേഷം. ചൂട് വല്ലാതെ വർദ്ധിച്ച കാലഘട്ടത്തിൽ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയെ നമ്മൾ ഓർമ്മിക്കണം. വൈദ്യശാസ്ത്ര ലോകത്തെ വലിയ പണ്ഡിതനാണ് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി. മുഫസ്സിറാണ് അദ്ദേഹം. ഖുർആനിന് തഫ്സീർ എഴുതിയ പണ്ഡിതനാണ് അദ്ദേഹം. റംലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ വഴി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയിലെ ഒരു പ്രയോഗം, അദ്ദേഹം പറഞ്ഞ മഹാനുഭാവൻ പറഞ്ഞ മറുപടിയിലെ ഒരു പദപ്രയോഗം മാത്രം ഞാൻ ഇവിടെ എടുക്കുകയാണ്. വശ്റബൂ, നീ വെള്ളം കുടിക്കുക. പുതിയ കാലത്ത് മനുഷ്യരിൽ പലരും തളർന്നു പോയത് മതിയായ അളവിൽ വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ്. ഹൃദയത്തിന് ശക്തി ലഭിക്കണമെങ്കിൽ വെള്ളം കുടിക്കണം.
ഹൃദയത്തിന് ശക്തി ലഭിക്കണമെങ്കിൽ വെള്ളം കുടിക്കണം. ഹൃദയം ശക്തിയുള്ളതായാൽ, ഹൃദയം ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നതായാൽ നീ സമ്പൂർണ്ണ ആരോഗ്യമുള്ളവനായി തീരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിലുള്ളത്. നിന്റെ ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി തീരും. ഹൃദയം നന്നാവാൻ വലിയൊരു വഴിയേതാ? ഒരുപാട് വഴിയുണ്ട്. 10ൽ കൂടുതൽ വഴികൾ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഹൃദയം നന്നാവാൻ. എന്നാ അതിലൊരു വഴി ഏതാ? വെള്ളം കുടിക്കലാണ്. വെള്ളം മതിയായ അളവിൽ കുടിക്കലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിൽ പലരും ആവശ്യത്തിനുള്ള അളവിൽ വെള്ളം കുടിക്കാത്തവരാണ്. വശ്റബൂ, വെള്ളം